ഡൽഹി മദ്യനയ കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് 6 മാസത്തിന് ശേഷം ജയിൽ മോചിതനായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സ്ഥാനത്യാഗ പ്രഖ്യാപനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ അമ്പരപ്പുളവാക്കിയത് സ്വാഭാവികമാണ്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറരുത്, ഫയലുകളിൽ ഒപ്പിടരുത് തുടങ്ങിയ കർക്കശ ജാമ്യവ്യവസ്ഥകൾക്ക് അകത്ത് നിന്നുകൊണ്ട് പദവിയിൽ തുടരുന്നില്ല എന്നും ജനകീയ വിചാരണ നേരിട്ട് അഗ്നിശുദ്ധി വരുത്തിയേ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്കുള്ളൂ എന്നും കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം തീർത്തു പറഞ്ഞത്. സത്യസന്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ജനം തന്ന ശേഷമേ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയുള്ളൂ. അഗ്നിപരീക്ഷ നടത്തി ജനം സത്യസന്ധരെന്ന് വിധിയെഴുതി കിട്ടിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തങ്ങൾ തിരിച്ചു വരിക. ഇങ്ങനെയായിരുന്നു കെജ്രിവാൾ നയം വ്യക്തമാക്കിയത്. മറ്റു മുഖ്യമന്ത്രിമാർ ആരും അഴിമതി ആരോപണം ചമച്ച് അറസ്റ്റിലായാൽ രാജിവെക്കരുതെന്ന് കെജ്രിവാൾ സഹസ്ഥാനീയരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തതാണ്. ജനാധിപത്യത്തെയും ഭരണഘടനയെയും മാനിച്ചാണ് ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ രാജിവെക്കാതിരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശേഷം ഇന്ന് ചേർന്ന AAP MLA-മാരുടെ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പകരക്കാരിയാകാൻ അതിഷി മർലാന എത്തുമെന്ന് തീരുമാനമായി. ഷീല ദീക്ഷിത്തിനും സുഷമ സ്വരാജിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന വനിതാ നേതാവാണ് അതിഷി. സൗരഭ് ഭരദ്വാജ്, രാഘവ് ചദ്ദ, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട്, സുനിത കെജ്രിവാൾ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം ഉയർന്നു കേട്ടിരുന്നത്. തുടർന്ന് ഇന്ന് ചേർന്ന ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗത്തിൽ അതിഷിയുടെ പേര് കെജ്രിവാൾ നിർദ്ദേശിക്കുകയുമായിരുന്നു. വൈകിട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് കെജ്രിവാൾ രാജി സമർപ്പിക്കും. ഇതിന് പിന്നാലെ 4:30 അതിഷി പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് വിവരം. നയപരിഷ്കാരങ്ങളോടുള്ള ചലനാത്മക സമീപനത്തിനും സാമൂഹിക വിഷയങ്ങളിലെ വാദത്തിനും പേരുകേട്ട അതിഷി ഡൽഹി മദ്യനയ കേസിൽ മാർച്ച് 21-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സാഹചര്യങ്ങളെ ഏറ്റവും കൂടുതൽ നന്നായി കൈകാര്യം ചെയ്ത AAP നേതാവായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന അവർ ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന 14 വകുപ്പുകളുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, ധനകാര്യം, ആസൂത്രണം, PWD, ജലം, വൈദ്യുതി, പബ്ലിക് റിലേഷൻസ് എന്നിവയാണ് അവർ ശ്രദ്ധിക്കുന്ന പ്രധാന വകുപ്പുകൾ. ഡൽഹി നിയമസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും അതിഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെ പട നയിച്ച് അധികാരത്തിലേക്കും ദേശീയ തലത്തിലേക്കും കൊടുങ്കാറ്റായി കയറി വന്ന കെജ്രിവാളിന് അഴിമതിയുടെ പേരിൽ കഴിഞ്ഞ 17 മാസം അഴികൾക്കകത്ത് കഴിയേണ്ടി വന്നതോടെ നേരിട്ട ധാർമ്മികമായ മാനഹാനി നികത്തണമെങ്കിൽ അഗ്നിപരീക്ഷ ഇനിയൊന്ന് കൂടിയേ തീരൂ. അണ്ണാ ഹസാരെയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കെജ്രിവാൾ നയിച്ച പോരാട്ടത്തിന്റെ ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ കൊയ്തെടുത്തത് BJP-യാണ്. എന്നാൽ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും വലിയ തരംഗം സൃഷ്ടിച്ച് 2 സംസ്ഥാനങ്ങളിൽ ഭരണം നേടിയ ആം ആദ്മി പാർട്ടി അടിത്തട്ടിലുള്ള അവഗണിക്കപ്പെട്ട ജനതയുടെ പ്രശ്നങ്ങളാണ് അജണ്ടയായി എന്നും ഉയർത്തിക്കാട്ടിയത്. അതുകൊണ്ട് പാർലമെന്റിലേക്ക് BJP-യെ ജയിപ്പിച്ച് വിട്ടപ്പോഴും സംസ്ഥാന ഭരണത്തിന് അനുയോജ്യ കക്ഷിയായി വോട്ടർമാർ ആം ആദ്മി പാർട്ടിയെ കണ്ടുവച്ചു. വെള്ളം, വൈദ്യുതി, അടിസ്ഥാന വിദ്യാഭ്യാസം, സ്ത്രീക്ഷേമം തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ പരിഹാരവും പുരോഗമനവും ലക്ഷ്യം വെച്ചുള്ള പാർട്ടിയുടെ ഭരണരീതിക്ക് ജനം അംഗീകാരവും നൽകി. ദേശീയ രാഷ്ട്രീയത്തിലെ സന്നിഗ്ധ സാഹചര്യങ്ങളിലും വിഷയങ്ങളിലും ഒന്നും തന്നെ കൃത്യമായ നിലയോ നിലപാടോ വ്യക്തമാക്കിയില്ലെങ്കിലും ജനജീവിതത്തിന്റെ നാനാ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാനായി എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും സവിശേഷത. ഈ ഒരു കാര്യത്തിൽ പിടിച്ചു തന്നെയാണ് നഷ്ടമായ രാഷ്ട്രീയ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള കെജ്രിവാളിന്റെ പുതിയ നീക്കങ്ങൾ. ഡൽഹി സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിലും കള്ളപ്പണമിടപാടിലും അഴിമതി കണ്ടെത്തി അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ മികവിൽ നിന്ന പാർട്ടിയെയും ഭരണത്തെയും വെറും മറ്റൊരു അഴിമതി പാർട്ടിയായി ചെളിവാരിയെറിഞ്ഞ BJP-യുടെ നീക്കമേൽപ്പിച്ച പരിക്ക് മാരകം തന്നെയാണ്. അത് കെജ്രിവാളും പാർട്ടിയും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതിൽ നിന്നും കരകയറാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനി AAP-ക്ക് തേടിയേ തീരൂ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ കുടഞ്ഞെറിഞ്ഞ് സ്വന്തം നിലയിൽ മത്സരിക്കുന്ന പാർട്ടിക്ക് അതിന്റെ ഫലം കാണിച്ചു കൊടുത്തേ മതിയാകൂ. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുമ്പോഴും സ്വന്തം നിലയെക്കുറിച്ച് ഏറിയ ആത്മവിശ്വാസമുള്ളതിനാൽ തനിച്ചു മത്സരിക്കാനാണ് ഹരിയാനയിൽ പാർട്ടി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അഴിമതിക്കെതിരെയും ജനക്ഷേമത്തിലൂന്നിയുമുള്ള തന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പോരാട്ടത്തിന് നൽകേണ്ടി വന്ന വിലയായി മദ്യനയ കേസിനെ ഉയർത്തിക്കാട്ടാനും അതുവഴി വോട്ടർമാർക്കിടയിൽ സഹതാപം ഉയർത്തിക്കൊണ്ട് അതിനെ വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രത്തിന് കെജ്രിവാൾ മുതിരുന്നതും. സുപ്രീം കോടതിയുടെ ജാമ്യവിധിയിൽ എടുത്തുകാട്ടിയ കേന്ദ്ര ഏജൻസികളുടെ അനാവശ്യവും അവിഹിതവുമായ തിടുക്കവും നിഗൂഢ രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ BJP-യുടെ പ്രതികാര രാഷ്ട്രീയത്തിന് തെളിവായി അദ്ദേഹത്തിന് ഉയർത്തിക്കാട്ടാനാകുമെന്നതും പ്രത്യേകത തന്നെയാണ്. രാജി പ്രഖ്യാപിച്ച് പാർട്ടി പരിപാടിയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കണ്ടുവച്ച ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ കെജ്രിവാൾ അക്കമിട്ട് പറയുകയുണ്ടായി. കേസ് തുടരുമ്പോഴും ജാമ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നേടിയ ജയത്തിന്റെ ചൂടാറും മുൻപ് തന്നെ ജനത്തിനു വേണ്ടി നടത്തിയ ഭരണത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട അനുഭവം എടുത്തുകാട്ടി അഗ്നിപരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള ദൃഢനിശ്ചയത്തിലാണ് കെജ്രിവാൾ ഉള്ളത്.
മറുവശത്ത് സുപ്രീം കോടതി ചുമത്തിയ കർശനമായ ജാമ്യ വ്യവസ്ഥകൾ കേജ്രിവാളിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാര വിനിയോഗത്തിന് വലിയ തടയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജയിലിന് പുറത്തുള്ള കേജ്രിവാളിന് ഓഫീസിൽ കയറാതെ റിമോട്ട് കൺട്രോൾ മുഖ്യമന്ത്രിയായി ഏറെ തുടരാനുമാകില്ല. ഇപ്പോൾ അധികാരമാറ്റത്തിൽ വിസ്മയം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെല്ലാം തന്നെ ജയിലിലിരുന്നും ഭരിച്ച കേജ്രിവാൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഉറ്റുനോക്കുമ്പോഴാണ് കേജ്രിവാളിന്റെ മിന്നൽ പ്രഖ്യാപനം. ദേശീയ തലസ്ഥാനത്തെ ഡൽഹി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച പുതിയ ഭേദഗതി അനുസരിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് വമ്പിച്ച അധികാരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. കേജ്രിവാൾ അടക്കം രാഷ്ട്രീയ പ്രതിയോഗികളായ മുഖ്യമന്ത്രിമാർക്ക് മൂക്കുകയറിടാൻ കൊണ്ടുവന്ന ഭേദഗതിയിൽ ബ്യൂറോക്രസിയുടെ നിയന്ത്രണമടക്കം ലഫ്റ്റനന്റ് ഗവർണറുടെ കൈകളിലാണ്. ഈ അധികാര നിയന്ത്രണങ്ങളെല്ലാം തന്നെ സുഗമമായ ഭരണവികസനത്തിനുള്ള ശ്രമത്തിൽ കേജ്രിവാളിന് വിനയാകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ വെച്ച് വേഗം തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന അഗ്നിപരീക്ഷയുടെ അസ്ത്രം കേജ്രിവാൾ തൊടുത്തത് ഉന്നത്തിൽ തന്നെ കൊണ്ടു എന്നും പ്രതികരണങ്ങൾ തെളിയിക്കുന്നുമുണ്ട്. എന്നാൽ മുന്നോട്ടുള്ള വഴിയിൽ രാഷ്ട്രീയ കണക്കു തീർക്കലിനുള്ള കൂട്ടലിലും കിഴിക്കലിലും ആര് ജയിക്കുമെന്ന് വരും നാളുകളിൽ കണ്ടു തന്നെ അറിയേണ്ടി വരും.